നമസ്കാരം. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുമായി ചൈന കബളിപ്പിച്ചത് ലോകത്തെ മുഴുവൻ. പ്രത്യാഘാതം ചെറുതായിരിക്കുന്നില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ചൈന നേടിയെടുത്തിരിക്കുന്ന ഏഷ്യൻ റെക്കോർഡ്സ് പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വലിയ തെളിവുകൾ പുറത്തുവരുന്നു. അതെ, ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതെന്ന് ചൈന അവകാശപ്പെട്ടിരിക്കുന്ന യുൻതായ് വെള്ളച്ചാട്ടം വെറും മനുഷ്യനിർമ്മിതമായ ഒന്നാണെന്നും ഒരു പൈപ്പിലൂടെ ചൈന എത്തിക്കുന്ന വെള്ളമാണ് ഒരു വെള്ളച്ചാട്ടമായി മാറുന്നതെന്നുമുള്ള നഗ്നമായ സത്യം ഇപ്പോൾ ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ലോകത്തിന് മുന്നിൽ ചൈന നിർമ്മിച്ച നുണയുടെ ചീട്ടുകൊട്ടാരം തകർന്ന് തരിപ്പണമാകുന്നു. രാജ്യത്തെ ഒന്നാകെ നാണം കെടുത്തുന്ന തരത്തിൽ വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതെന്ന് ചൈന അവകാശപ്പെട്ടിരുന്ന യുൻതായ് വെള്ളച്ചാട്ടത്തിൽ വെള്ളം എത്തിക്കുന്നത് പൈപ്പ് ഇട്ടിട്ടാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു യുവാവ്. ആ യുവാവ് വെള്ളച്ചാട്ട സന്ദർശനത്തിനിടെ ഒരു വീഡിയോ ചിത്രീകരിച്ചപ്പോഴാണ് ഈ നഗ്നമായ സത്യം മനസ്സിലാക്കുന്നത്. ഇതിനു പിന്നാലെ യുവാവ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. വർഷങ്ങളായി ലോകത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് അത്രയും കള്ളമായിരുന്നുവെന്ന് തെളിഞ്ഞതോടെയാണ് ഈ വലിയ കാര്യം ആ യുവാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതോടെ ചൈനയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഏഷ്യൻ റെക്കോർഡ്സിൽ വരെ ഉൾപ്പെട്ട ഈ വെള്ളച്ചാട്ടം കാണാൻ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നതിലൂടെ വലിയ വരുമാനം ചൈനീസ് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേടിയെടുക്കുന്ന സാഹചര്യമാണ്. പക്ഷേ സഞ്ചാരികളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പണം ഉണ്ടാക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചൈനയുടെ വെള്ളച്ചാട്ടവും ഡ്യൂപ്ലിക്കേറ്റും എന്ന ചോദ്യവും പരിഹാസവും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നതോടെ എന്നത്തെയും പോലെ ന്യായീകരണവുമായി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. പാറ തുരന്ന് പൈപ്പിട്ട് വെള്ളം ഒഴുകുന്നത് സത്യമാണെന്നും പക്ഷേ വേനൽക്കാലമായതോടെ സഞ്ചാരികൾ നിരാശപ്പെടേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് തങ്ങൾ പൈപ്പിട്ട് വെള്ളം അടിച്ചതെന്നുമാണ് ഈ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന സിനിക് പാർക്ക് അധികൃതരുടെ വിശദീകരണം. വളരെ ദൂരെ നിന്ന് വരുന്ന ആളുകൾ വെള്ളച്ചാട്ടം കാണാതെ മടങ്ങേണ്ടി വരുന്നതിന്റെ വിഷമം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ചൈനയുടെ ന്യായീകരണം. ടൂറിസ്റ്റുകളോട് എന്തൊരു കരുണയാണല്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള കമന്റുകൾ ഇതിനു പിന്നാലെ വരുന്നുണ്ട്. യുൻതായ് മലനിരകളുടെ ഭംഗി കാത്തുസൂക്ഷിക്കുന്നതിൽ വെള്ളച്ചാട്ടത്തിനുള്ള പങ്കുകൂടി കണക്കിലെടുത്തിട്ടാണ് ചെറിയൊരു കൃത്രിമം കാണിക്കേണ്ടി വന്നതെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ വിശദീകരണം അത്ര വിശ്വാസയോഗ്യമല്ല എന്നും തട്ടിപ്പാണെന്നും തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ഒട്ടേറെ പേർ രംഗത്തേക്ക് വരുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിൽ നിന്നും പതിക്കുന്ന വെള്ളച്ചാട്ടം എന്ന് അവകാശപ്പെട്ടിട്ടാണ് ചൈനീസ് അധികൃതർ യുൻതായിയെ അന്താരാഷ്ട്ര തലത്തിൽ മാർക്കറ്റ് ചെയ്തിരുന്നത്. ഇത് വിശ്വസിച്ച് വരുന്നവരാണ് 314 മീറ്റർ ഉയരത്തിൽ നിന്ന് പൈപ്പിട്ട് വെള്ളം അടിക്കുന്നത് കണ്ട ഫോട്ടോയും എടുത്ത് മടങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ദശലക്ഷക്കണക്കിന് പേരാണ് വെള്ളച്ചാട്ടം കാണാൻ എപ്പോഴും എത്താറുള്ളത്. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം ചില്ലറയൊന്നുമല്ല. പ്രദേശത്തെ പല കുടുംബങ്ങളും വെള്ളച്ചാട്ടത്തെ ചുറ്റിപ്പറ്റി ഉപജീവനം നയിക്കുന്നവരുമുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്തായാലും കയ്യിലെ കാശും ചിലവാക്കി വണ്ടിയും പിടിച്ചു വരുന്ന വിനോദസഞ്ചാരികളോട് വല്ലാത്തൊരു ചതിയാണ് ചൈന ചെയ്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇനി ചൈനയിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത എന്തെങ്കിലും കാണാൻ സാധിക്കുമോ എന്നതാണ് ചിലരുടെ പരിഹാസം. ചൈനയുടെ ഈ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ആ യുവാവിന്റെ നിലവിലത്തെ സ്ഥിതി എന്താണ് എന്ന് അധികാരികൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അയാളെ അപായപ്പെടുത്തിയോ ഇല്ലയോ എന്ന ആശങ്കയുണ്ട് എന്നും ചിലർ കുറിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ചൈന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ പലതരത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് ഒന്നൊന്നര ഡ്യൂപ്ലിക്കേറ്റ് സാധനമായി മാറുന്നു എന്നുള്ള കമന്റുകൾ ഉൾപ്പെടെ നിറയുകയാണ്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ചൈനയുടെ ഈ കള്ളക്കളിക്ക് പിന്നിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.